മുതലപ്പുഴയിൽ വീണ്ടും പണിമുടക്കി ചന്ദ്രഗിരി ഡ്രഡ്ജർ. ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടിയതാണ് ഒടുവിലത്തെ തകരാർ. ഇതോടെ മണൽ നീക്കം വീണ്ടും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 14 മണിക്കൂർ മാത്രമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്യാൻ സാധിച്ചത്. വിനീഷ് ചേരുന്നു. വിനീഷ്, വീണ്ടും ഡ്രഡ്ജർ പണിമുടക്കിയതിലൂടെ മണൽ നീക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണോ മുതലപ്പുഴയിൽ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നിലനിൽക്കുന്നത്. മുതലപ്പുഴ ചന്ദ്രഗിരിയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജറാണ് വീണ്ടും പണി മുടക്കിയിരിക്കുന്നത്. നേരത്തെ ഒരു തവണ ഇത്തരത്തിൽ പണി മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടിയതാണ് ഒടുവിലത്തെ തകരാർ എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ മണൽ നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതിക തകരാർ പരിഹരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയോടെയാണ് ആദ്യഘട്ടത്തിലുള്ള സാങ്കേതിക തകരാർ പരിഹരിച്ച് ഡ്രഡ്ജിംഗ് ആരംഭിച്ചത്. ഡ്രഡ്ജിങ്ങിനിടെ ഭൂരിഭാഗ സമയവും വെള്ളമാണ് വന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപവും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ സോയിൽ പൈപ്പിലെ തകരാർ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും തിങ്കളാഴ്ച സംഭവിച്ചു. പിന്നീട് വ്യാഴാഴ്ചയോടെയാണ് വീണ്ടും മണൽ നീക്കം ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും വെറും 14 മണിക്കൂറാണ് ഈ ഡ്രഡ്ജിംഗ് ഇവിടെ എത്തിച്ചതിന് ശേഷം കൃത്യമായ മണൽ നീക്കം നടത്താൻ സാധിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് ഭൂരിഭാഗവും സമയവും വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ചേറ്റുവയിൽ നിന്ന് എത്തിച്ച സ്ട്രക്ചറുകളും കരാർ കാലാവധി അവസാനിച്ചതോടെ മണൽ നീക്കം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണൽ നീക്കം കൃത്യമായി നടത്താൻ സാധിക്കാത്തത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാര്യങ്ങൾ കടക്കുന്നത്. എന്തായിരുന്നാലും ഇനി എപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഡ്രഡ്ജറിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും, ഹൈഡ്രോളിക് പൈപ്പ് എപ്പോൾ കൃത്യമായി പണി ചെയ്ത് വീണ്ടും ഈ മണൽ നീക്കം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. സാങ്കേതിക തകരാർ ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും അധികൃതരും വ്യക്തമാക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.